ആലത്തൂർ ദേശീയപാത സർവീസ് റോഡ് വഴിയുള്ള യാത്ര അപകട ഭീഷണി. ആലത്തൂർ ദേശീയപാത സർവീസ് റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണുന്ന വിധം തകർന്നു കിടക്കുകയായിരുന്ന സ്ലാബ് കഴിഞ്ഞ ദിവസം UTVയുടെയും നാട്ടുകാരുടെയും ഇടപെടലിലൂടെ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. ബാക്കി സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതിനാൽ യാത്രക്കാർക്കും സമീപത്തെ വ്യാപാരികൾക്കും വലിയ ആശങ്കയാണുള്ളത്. മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതും ഭാരവാഹനങ്ങളുടെ നിരന്തര ഗതാഗതവും സ്ലാബുകൾ തകരാൻ കാരണമാവുന്നതായി നാട്ടുകാർ പറയുന്നു. റോഡ് കിടക്കാൻ തോന്നിട്ടേ മാസക്കണക്കായി ഒരു ബൈക്കോ മറ്റുള്ള ഒന്നും തന്നെ അറിയില്ല. ഇവരെന്താ കാണാണ്ട് കിടക്കുകയാണ്. അത് കേന്ദ്ര ഫണ്ടാണ്, ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കുമോ. ഇതിപ്പോൾ ക്യാമറമാൻമാരും വന്നപ്പോഴാണ് JCB കൊണ്ടൊന്ന് വരുന്നത്. അത് സ്ലാബ് ഇടാൻ വേണ്ടി മാത്രം. ആ സ്ലാബ് അവിടെ നിൽക്കില്ല. ഇത് വെള്ളമാണ് വരുന്നത്. ഇത് കേൾക്കാനോ പറയാനോ ഒരു MLA മാരോ MP മാരോ പൊതുജനങ്ങളോ ഇല്ല. കാരണം അറിയോ, എന്താന്ന് പറഞ്ഞപ്പോൾ പൊതുജനങ്ങൾ കഴുതിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. ഇവര് കമ്മീഷൻ വാങ്ങാനും മറ്റുള്ളവരും മാത്രമേ ഉണ്ടാവുള്ളൂ. പൊതുജനം കഴുതിയാകാത്ത കാലം വരെ എന്ന് വരുന്നു അന്നാ ഈ നാട് നന്നാവുള്ളൂ. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആലത്തൂർ സ്വാതി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ സപ്ലൈകോവിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ലാബ് സംവിധാനം ആകെ തകരാറിലാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള പൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രികാലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ആ സ്ലാബ് മാത്രമല്ല, ഇപ്പോൾ പൊട്ടിയ സ്ലാബ് മാത്രമല്ല, ഒരുപാട് സ്ലാബുകൾ അവിടെ ആടി കളിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ഇതിനൊരു പരിഹാരം എത്രയും വേഗം കാണണം. കാരണം വൺ വേയിൽ കൂടെ മാത്രമാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ ലൈറ്റൊന്നുമില്ല. NH വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് ഇത് കാരണമാകും. ഇതിന് എത്രയും വേഗം പരിഹാരം കാണണം. ഇല്ലെങ്കിൽ സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസും വരുന്ന ആളുകളിൽ ഉണ്ടാകുമെന്ന് മാത്രം പറയുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.